അരയിൽ ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു, അറിയോ അല്ലേ? പണ്ട് വാപ്പാടെ അരയില് ഒരു പച്ച ബെൽറ്റ് ഇല്ലേ? എന്താ സ്വർണം സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണോ? അത് പൈസ സൂക്ഷിക്കുന്നതിനകത്തായിരുന്നോ? ഇല്ലടോ. എല്ലും തോലുമായിരുന്ന വാപ്പയാണെങ്കിലും ആ ബെൽറ്റ് ഒന്നും മുറുക്ക കെട്ടിയ ഒരു ആരോഗ്യം ഉണ്ടായിരുന്നടോ അവർക്ക്. ആ ബെൽറ്റിലാ പാവങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇന്നതൊക്കെ അമൂല്യ നിധിയാ. ഇന്നതൊക്കെ ബക്കറ്റ് എടുക്കാൻ സമയമായ ചങ്ങായി ഇരിക്കറോ. ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നൊരു വിഭാഗമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ബെൽറ്റ് അങ്ങോട്ട് ഇന്ന് കിട്ടാനുണ്ടാ? ഇന്നത് അമൂല്യ നിധിയായി ചില സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ടുള്ളവർ കെട്ടുന്ന ഒരു ബെൽറ്റ്, ഇതാ ബെൽറ്റ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ, ചിന്തിക്ക്. വല്ലപ്പോഴൊക്കെ ഉപ്പാനോ ഒന്ന് ഓർക്കണം. ഗൾഫുകാരനായ കെട്ടിയവനെയും കുറച്ച് പൈസയും 2 നില വീടും കിട്ടിയപ്പോ ഉപ്പാനെ മറന്നു പോകുന്നു. മോളെ, മരിച്ച ഉപ്പായ്ക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഓതണം കേട്ടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. ഇന്നത്തെ തലമുറ അറിയാതെ പോകുന്ന ഒരു വിഷയം അത്. എന്താണിത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അവരറിയുന്നില്ല. എന്നിട്ടും അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാ. അള്ളാഹുവേ, തന്റെ പൊന്നുമകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എവിടെ നിന്നോ അല്പം മാവ് കിട്ടി ഓടി ചെന്ന് തന്റെ വീടിനകത്ത് റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി എടുത്തപ്പോ ഫാത്തിമ ബീവി ഉപ്പാനെ ഓർമ്മ വന്നു. ആ ഒരു റൊട്ടിയുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് പകുതി ചപ്പാത്തി കൊണ്ടുപോയിട്ട് പൊന്നുമോള് കൊടുത്തപ്പോ റസൂലുള്ള കരയുകയാ. ചപ്പാത്തിയിൽ നോക്കുന്നുണ്ട് നബി തങ്ങൾ കരയുകയാ. അള്ളാഹുവിന്റെ റസൂലിനോട് പൊന്നുമോള് ചോദിച്ചു, വാപ്പാ എന്തേ ഉപ്പാ കരയുന്നത്? 3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്ന ആദ്യത്തെ ഭക്ഷണമാ മോളെ. 3 ദിവസമായി നിന്റെ വാപ്പ എന്തെങ്കിലും ഒരു അരിഭക്ഷണം കണ്ടിട്ട് 3-ാമത്തെ ദിവസത്തിന് ശേഷം എന്റെ കയ്യിൽ കിട്ടിയതല്ലേ, അത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ഫാത്തിമ. എന്നിട്ടും അവര് ദീനനുസരിച്ച് ജീവിച്ചടോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പട്ടിണിയെ കുറിച്ച് പറയുമല്ലോ. നിനക്കൊക്കെ പട്ടിണി എന്താണെന്നറിയോ? തിന്നാനില്ലാത്തതിനല്ല, കുടിക്കാനില്ലാത്തതിനല്ല, ധരിക്കാനില്ലാത്തതിനല്ല. യഥാർത്ഥ പട്ടിണി എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ഇനി ജീവിതത്തിൽ ഒരിക്കലും പട്ടിണിയെ കുറിച്ച് നീ സംസാരിക്കരുത്. നിനക്കതിനുള്ള അവകാശമില്ല പെങ്ങള്. എനിക്കും നിങ്ങൾക്കും പ്രയാസത്തെ കുറിച്ച് പറയാൻ അവകാശമില്ല. ഇതാ പഠിക്കേണ്ടത്, 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവൻ ആയുധം വേണ്ട. അവന്റെ കാലിനടിയിൽ ഒരു പിടി മണ്ണിന് പോലും പവറുണ്ടടോ. അതായിരുന്നടോ നമ്മുടെ മുൻഗാമികൾ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് എന്റെ മയ്യത്തിന്റെ കൂടെ വെക്കണമെന്നുള്ള ചരിത്രങ്ങൾ പഠിച്ചവരാ. അതാണ് ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും മഹത്വമുണ്ട്. അതായുധമായി മാറുന്ന സമയമുണ്ടല്ലോ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി 313 സഹാബത്ത് ഇറങ്ങി പോകുമ്പോ ഒരു സഹാബി ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബി തങ്ങളെ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, എനിക്ക് ആയുധമില്ല നബിയേ, യുദ്ധത്തിന് പോകാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. താഴെ കിടന്നിരുന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് യുദ്ധം ചെയ്യാറ്. നബി തങ്ങൾ അടുത്ത് കിടന്നിരുന്ന ഒരു ഈന്തപ്പന മരത്തിന്റെ മടലെടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് യുദ്ധം ചെയ്യാ. ആ സ്വഹാബി പറയുകയാ, പടച്ചവനെ, രണാങ്കണത്തിൽ ചെന്ന് വീശുമ്പോ വാളുകൾ പോലെ തലയിങ്ങനെ അറ്റുപോവുകയാ. ഇതാടോ മുസ്ലിമിന്റെ ആയുധം, അല്ലാതെ അധികാരമല്ല, ആൾബലമല്ല. ഇന്നുവരെ ലോകത്ത് ഒരു യുദ്ധവും ആൾബലമുണ്ടായിട്ട് ജയിച്ചിട്ടില്ല. ഭൂരിപക്ഷം ജയിച്ച ഒരു യുദ്ധമെങ്കിലും പറയടാ ചെറുപ്പക്കാരാ. ഭൂരിപക്ഷമല്ല ജയിച്ചിട്ടുള്ളത്, ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ കണ്ട് പേടിക്കല്ലേ. ഭൂരിപക്ഷത്തെ കണ്ടിട്ട് നീ ഒരിക്കലും പേടിക്കല്ലേ. ന്യൂനപക്ഷമാടാ ജയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയി.
വഴിയോരത്ത് കാത്തു നിൽക്കുന്ന അബൂബക്കറിനോട് ചോദിച്ചു, എന്റെ കൂടെ വരുന്നു അബൂബക്കറെ? ഇതാടാ കൂട്ടുകാരൻ, ഇതാണ് കൂട്ടുകാരൻ. നബി തങ്ങൾ ചോദിക്കുന്നു, വരുന്നോ അബൂബക്കറെ? റെഡിയാണ് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനെ ചുമലിലേറ്റിയിട്ട് അള്ളാഹുവേ അബൂബക്കർ തങ്ങൾ നടന്നു പോവുകയാണ്. ഇന്നും മദീനത്ത് ചെല്ലുമ്പോ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഗുഹയുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന നബി തങ്ങളെ ഞെട്ടിയുണർന്നു. എന്തേ അബൂബക്കറെ? വിയർക്കുന്നുണ്ടല്ലോ, കൈകാല് വിറയ്ക്കുന്നുണ്ടല്ലോ. എന്തേ അബൂബക്കറെ? യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, മുകളിലേക്ക് നോക്കി നബിയേ, ശത്രുക്കൾ വന്ന് നബിയേ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കും നബിയേ, നമ്മളെ കൊല്ലും നബിയെ. നമ്മുടെ കയ്യിൽ ആയുധമില്ലല്ലോ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങള് കരയുമ്പോ റസൂലുള്ള ചിരിച്ചടാ ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. എന്തേ നബിയെ ചിരിക്കുന്നത്? ഈ സമയത്തിരുന്ന് ചിരിക്കുകയാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂബക്കറിന്റെ ചുമലിൽ ഇങ്ങനെ തട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുറത്തിങ്ങനെ തട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കറെ നീ എന്തിനാ പേടിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിനോടാ പറഞ്ഞത്, അബൂബക്കറിനോട് മാത്രമല്ല, അബൂബക്കറിനോട് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള എന്നോടും നിങ്ങളോടും അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ അബൂബക്കറെ? നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇതിനകത്തുള്ളത്, നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇതിനകത്തുള്ളത്, മൂന്നാമതൊരാളുണ്ട് അബൂബക്കറെ. ആരാണെന്നറിയോ? നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ. ലാ തഹ്സന ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, അല്ല നമ്മുടെ കൂടെയില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാ, ഈ മുകളിൽ നിൽക്കുന്നവനവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണം അബൂബക്കറെ എന്ന് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്തിനാ ഇത് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? ഭൂരിപക്ഷത്തിന്റെ ബലം കണ്ട് പേടിക്കല്ലേ. അവര് നമ്മളെ ഭയപ്പെടുത്താനാ നോക്കുന്നത്, അവര് പേടിപ്പിക്കാനാ നോക്കുന്നത്. അതുകൊണ്ടല്ലേ കൊല്ലുന്നവന്റെ വീടിയെടുത്തിടുന്നത്, ആക്രമിക്കുന്നവന്റെ വീടിയെടുത്തിടുന്നത്, നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് നമ്മളെ ഭയപ്പെടുത്താനല്ലേ. പക്ഷേ നമ്മൾ ഒരാളെയല്ലേ ഭയപ്പെടുത്തുള്ളൂ. അതാരെയാ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നടക്കേണ്ടതൊരു വഴിയെ നടക്കും. നീ നേരെയുള്ള വഴിയെ നടക്കടാ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്ക്, ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്ക്, നബി തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് കൊണ്ട് ജീവിക്ക്. അങ്ങനെ ജീവിച്ചവരാ പ്രവാചകന്റെ സ്വഹാബത്ത്. അങ്ങനെ ജീവിച്ചത് കൊണ്ടാ അവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള വ്യക്തികളാക്കി അള്ളാഹു മാറ്റിയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ, ദീനനുസരിച്ച് കൊണ്ട് ജീവിക്ക്. അള്ളാഹു പറഞ്ഞു, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂ. പട്ടിണി തരുമടോ, വിശപ്പ് തരുമടോ? അല്ലാഹു പട്ടിണി തന്നിട്ട് നിന്നെ പരീക്ഷിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. പരപ്പനങ്ങാടിയിൽ ഡിസംബർ 31 രാത്രിയിൽ ഒരുമിച്ച് കൂടിയ ഉപ്പാ, നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ വാപ്പാ? പെങ്ങളെ, പട്ടിണി കിടന്നിട്ടുണ്ടോ മോളെ? പട്ടിണി എന്താണെന്ന് നിനക്കറിയുമോ? നമ്മളൊക്കെ പട്ടിണിയെ കുറിച്ച് പറയാറുണ്ടല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ കുടുംബവും ശുഐബ് അബീ താലിബിന്റെ മലഞ്ചെരിവിൽ 3 കൊല്ലം പട്ടിണി കിടന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ട് നബിതങ്ങളും കുടുംബവും കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇല പറിച്ച് തിന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അപ്പൊ
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഇല പറിച്ച് തിന്നെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഇല തിന്നെ എപ്പോഴാണെന്നറിയാവോ? മട്ടൻ മന്തി തിന്നിട്ട് ഇവിടെ വരെ എത്തുമ്പോൾ ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മട്ടൻ മന്തി, നെഹ്ദി, മഹദി, എന്തൊക്കെ ബുഖാരി, ഇനി മുസ്ലിമൊക്കെ വരുമായിരിക്കില്ല ഉസ്താമാരെ. മന്തിയുടെ പേരെന്താ? മഹദി ഇമാമിന്റെ പേര്. നെഹ്ദി, മഹദി, പിന്നെന്താപ്പ വേറെന്തോ ഉണ്ടല്ലോപ്പ, അല്ലാഹു അഅല, എന്തൊക്കെ പേര് വരുന്നു. ഷവായി, അൽഫഹം, ഇതൊക്കെ എന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഖുർആൻ എടുത്തു വെച്ച് നോക്ക്, നരകത്തിലും ഗ്രില്ലുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതങ്ങോട്ട് വാരി വലിച്ച് തിന്നിട്ട് ദഹിക്കാതെ വരുമ്പോൾ കുറച്ച് ഇലകൾ കൊണ്ടുതരും. എന്താപ്പ, മല്ലിയില, ജെറുജെറ്, ഇതെല്ലാം കൂടെ വാരി അങ്ങോട്ട് തിന്നി ഇവിടെ വരെ എത്തിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഇലയും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇതാണ് ഇലയും നമ്മൾ അള്ളാഹുവിന്റെ റസൂലും കുടുംബവും വിശപ്പ് സഹിക്കാൻ കഴിയാതെ ചരിത്രം പറയുന്നു, ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു അത്ര ഇല തിന്നിട്ട്. ഒരു ദിവസമോ ഒരാഴ്ചയല്ല, 3 കൊല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അവര് ദീൻ മുറുകെ പിടിച്ചില്ലേ? എന്നിട്ടും അവർ ദീൻ മുറുകെ പിടിച്ചില്ലേ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് 90 ദിവസം തീ പുകഞ്ഞിട്ടില്ല. നബി തങ്ങളുടെ വീടിനകത്ത് 3 മാസക്കാലം ചോറ് വെക്കാനല്ല, കറി വെക്കാനല്ല, ഒരു ചൂടുവെള്ളം പോലും തിളപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് തീ പുകഞ്ഞിട്ടില്ല. കാരണം പട്ടിണിയായിരുന്നു. ഇത് നബി തങ്ങളുടെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്. ആയിഷ ബീവിയാണ് പറഞ്ഞു തരുന്നത്, 3 മാസം എന്റെ വീടിനകത്ത് തീ പോലും പുകഞ്ഞിട്ടില്ല. ഈത്തപ്പഴവും പടച്ചവനെ പച്ചവെള്ളവും കുടിച്ചാണ് 3 മാസം അവർ കഴിഞ്ഞിരുന്നത്. ഇത് നബി തങ്ങളുടെ വീടല്ലായിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്, പെങ്ങളെ പഠിക്കണം പൊന്നുമോള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഇത്രയും പട്ടിണി വന്നപ്പോ ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്ക് ചെലവിനിയും വേണം. നബി തങ്ങൾ പറഞ്ഞു, പൊക്കൊള്ളാറ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി സ്വീകരിക്കാം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, പെങ്ങന്മാരോട് പറയുകയാ, അല്ല ചെയ്ത നിഅമത്ത് അറിയണോ, അല്ല ചെയ്ത മഹത്വം അറിയണോ? ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യയായ ആയിഷ ബീവിയുടെ മുന്നിൽ വന്നിട്ട് വിളിക്കുന്നു, ആയിഷ, എനിക്ക് കഴിക്കാൻ വല്ലതും തരുമോ ആയിഷ? ഒരു ഭർത്താവ് വീട്ടിൽ വന്നിട്ട് നാവ് കൊണ്ട് ഭക്ഷണം ചോദിക്കുകയാ. ഭാര്യ തലതാഴ്ത്തി നിൽക്കുകയാണ്, ഭാര്യ തലതാഴ്ത്തി നിൽക്കുകയാണ്. കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് കാര്യം മനസ്സിലായി. കുടിക്കാൻ ഇത്തിരി വെള്ളം മതി ആയിഷ. ഭർത്താവ് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുകയാ. കൊടുക്കാ വെള്ളം പോലുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി ഒന്നുമില്ലെന്ന്. നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ, നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്ത് കയറിയിട്ട് തളർന്നു കിടന്ന് ഉറങ്ങുകയാ. നബിതങ്ങൾ ഉറങ്ങുമ്പോ കമീസ് ഇങ്ങനെ പൊങ്ങിയിട്ട് നബിതങ്ങളുടെ വയറിങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വയറ് കിടക്കുന്നത് കണ്ടിട്ട് ആയിഷ ബീവി എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ടിരുന്ന് കരയുകയാ. നബിതങ്ങളെ ഞെട്ടിയുണർന്നു. ആയിഷ ബീവിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നബിതങ്ങളുടെ മുഖത്ത് വീഴുമ്പോ നബിതങ്ങള് ഞെട്ടിയുണരുമ്പോ ഭാര്യയിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എന്തിനാ മോളെ കരയുന്നത്? നബിയേ, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ട് എനിക്ക് തരാൻ എന്റെ കയ്യിലില്ലാതെ പോയല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. പരപ്പനങ്ങാടിയിലെ പെങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പൊട്ടിക്കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ, തിന്നാൻ
ഞാനില്ലെങ്കിലും നീ എന്റെ കൂടെയില്ലേ ആയിഷ? 65 വയസ്സുള്ളവളോടല്ല പറഞ്ഞത്, 35 വയസ്സും 25 വയസ്സുമുള്ള പെണ്ണിനോടല്ല പറഞ്ഞത്. ഒരു ചെറിയ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് നബി തങ്ങൾ പറയുകയാ, ആയിഷ, തിന്നാനില്ലെങ്കിലും എന്റെ കൂടെ നീ എന്റെ ഭാര്യയായിട്ടില്ലേ? ഇതിനാടോ ജീവിതമെന്ന് പറയുന്നത്? ഇതിനാ ജീവിതമെന്ന് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടക്കണം മോളെ. കിട്ടുന്ന അന്നത്തിന്റെ വില നിനക്കറിയില്ലല്ലോ. പണ്ടത്തെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഉമ്മമാരാരെന്നറിയോ? മക്കള് വീടിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീണ ഭക്ഷണം ഉമ്മയെടുത്ത് പാത്രത്തിലിട്ട് തരും. അല്ലാഹുവേ, അതൊരു ചോറാണെങ്കിൽ പോലും, ഒരു വറ്റാണെങ്കിൽ പോലും താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിനകത്ത് ഇട്ട് തന്നിട്ട് ഉമ്മ തരുന്ന ഒരു ഉപദേശമുണ്ടോ? മോനെ, ഇത് നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കിയതാ. ഇതുപോലെ ഒരു ഉപദേശം ലോകത്താർക്കാടോ തരാൻ പറ്റുക? ഉമ്മ താഴെ വീണ ഭക്ഷണം എടുത്തു തന്നിട്ട് ഇത് എടുത്ത് തിന്നണമെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമ്മുടെ ഉമ്മമാര് നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. എങ്കിൽ ഈ നിരന്നിരിക്കുന്ന പെണ്ണുങ്ങള് സ്വന്തം മകന് ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഒരു വാക്കെങ്കിലും പറയുമോ? അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ, അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ. അത് എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ. അത് ഗൾഫ് നാടിൽ മലരാരുണ്യത്തിൽ കിടന്ന്, പഴുത്ത മണ്ണിൽ കിടന്ന്, പട്ടിണി കിടന്നിട്ടുണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ. അവള് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. നീയും അങ്ങനെ തന്നെയാണല്ലോ. ചോദിക്കുന്നതിനനുസരിച്ച് വാരിക്കൊടുത്ത് ശീലമല്ലേ നിനക്കുള്ളൂ. എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നീ ഇന്ന് വരെ പഠിപ്പിക്കില്ലല്ലോ. പടച്ചവനെ, ഈ നിരന്നിരിക്കുന്ന പ്രായമുള്ളവരോട് നിങ്ങൾ ആരെങ്കിലും ഉപ്പാനോട് ചെന്നിട്ട് എനിക്ക് സൈക്കിൾ വേണം, എനിക്ക് മൊബൈൽ വേണം ഉപ്പാ, എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മളാരും നമ്മുടെ ഉപ്പാനോട് വാശി കാണിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? ഉപ്പാന്റെ ശമ്പളം എന്താണെന്ന് നമുക്കറിയാം, ഉപ്പാന്റെ ജോലി എന്താണെന്ന് നമുക്കറിയാം. പടച്ചവനെ, ഉപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഉപ്പാരെ നമുക്ക് ജീവനായിരുന്നു. എത്ര തല്ലിയാലും എത്ര വഴക്കു പറഞ്ഞാലും ഉപ്പ എന്ന് പറഞ്ഞാ നമുക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. ഉപ്പാനോട് നമുക്ക് വല്ലാത്ത സ്നേഹം. അല്ലാഹു മരിച്ചവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര തല്ലിയാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഉപ്പാനെ പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയും. പടച്ചവനെ, നമുക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ നമ്മുടെ വാപ്പ. ഇന്നത്തെ മക്കളാണെങ്കിൽ മൊബൈൽ ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, ബൈക്ക് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഉപ്പ കൊള്ളാത്തവനായി മാറിയില്ലേ? ആത്മഹത്യ ചെയ്യാ മക്കൾ ഇന്ന് തയ്യാറാവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്തക്കിന്റെ രണാഗണത്തിൽ കിടങ്ങു കുടിച്ചു കൊണ്ടിരിക്കുമ്പോ തളർന്നു വീണ സ്വഹാബികൾ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ. ഹന്തക്കിന്റെ രണാങ്കണത്തിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തളർന്നു വീഴുക സഹാബത്ത് നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് കമീസ് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, നബിയെ, വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാ ഞങ്ങൾ നടക്കണേ, വല്ല പരിഹാരമുണ്ടോ? നബിതങ്ങൾ പൊക്കി കാണിച്ചു കൊടുത്തു 2 കല്ല്. എല്ലാരും ഒരു കല്ല് വെച്ച് കെട്ടുമ്പോ നബിതങ്ങൾ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയിരിക്ക. നബിതങ്ങൾ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇന്നത്തെ തലമുറ ചോദിക്കും, സിറാജെ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം? മാറുവോ?